ഇവിടെ നേരത്തെ ഈ അസ്വാഭാവിക മരണത്തിനൊക്കെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപകടത്തിൽ മാനേജ്മെന്റിനും അതുപോലെ KSEBിക്കും ഒരേപോലെ വീഴ്ചയുണ്ടെന്നൊക്കെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിക്കാതെ എങ്ങനെ പോകാൻ കഴിയും? ഈ വൈദ്യുതി ലൈൻ കിടക്കുന്നത് കണ്ടാൽ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ആ ഷെഡ് പണിതിട്ട് ഇപ്പോൾ 8-9 വർഷമെങ്കിലുമായി. പലരും പല സമയമാണ് പറയുന്നത്. നമുക്കതൊരു റഫ്ലി 7 to 9 years അതിനിടയിലാണ് ആ ഷെഡ് നിർമ്മിച്ചതെന്ന് കൂട്ടാം. പലരും സൗണ്ട് ബൈറ്റുകളിൽ പല വർഷങ്ങളാണ് പറയുന്നത്. ഇത്രയും വർഷമായ ഈ ഷെഡ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ നിർമ്മിച്ച് അവിടെ താമസിക്കാനായിട്ടായിരുന്നു ഈ ഷെഡ് നിർമ്മിച്ചതെങ്കിൽ എപ്പോഴേ ഇത് പൊളിച്ചേനെ? പഞ്ചായത്ത് പൊളിക്കില്ലേ? അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ ഇത് പൊളിക്കാൻ പറയില്ലേ? ഈ ഷെഡ് അവിടെ എങ്ങനെയാണ് ഒരു അനുമതിയുമില്ലാതെ, ഈ ഷെഡിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് അധികൃതർ ഇപ്പോൾ പറയുകയാണ്. ആരാണ് ആ ഷെഡ് പണിതതിന് ശേഷം അത് അവിടെ തുടരാനുള്ള അനുമതി കൊടുത്തത്? അതിന് പഞ്ചായത്തിന് ഉത്തരവാദിത്വമില്ലേ? വേറെ ഒരു വ്യക്തിയാണത് പണിതിരുന്നെങ്കിൽ ഇങ്ങനെ നിലനിർത്തുമോ? മറ്റൊരു സ്കൂളിലായിരുന്നെങ്കിൽ നിലനിർത്തുമോ? അപ്പോൾ അവിടെ ഭരണസമിതിയെ പേടിയാണോ? എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം ഈ വൈദ്യുതി ലൈനും, ഈ ഷെഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായി പറയാൻ കാരണം, ഈ വൈദ്യുതി ലൈനും ഷെഡും തമ്മിലുള്ള അകലം, ഈ കുട്ടി നിൽക്കുമ്പോൾ കുട്ടിയുടെ അരഭാഗത്ത് ഇത് കിടക്കുകയാണ്, ഈ ലൈൻ കിടക്കുകയാണ്. ആ അകലം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 0.88 മീറ്റേഴ്സ് മാത്രമാണ്. 1 മീറ്റർ പോലും ഇല്ല. 1 മീറ്റർ പോലും അകലമില്ലാതെ ഈ GI ഷീറ്റും അതുപോലെ തന്നെ ഈ വൈദ്യുതി ലൈനും തമ്മിൽ നിൽക്കുകയാണ്. GI ഷീറ്റിൽ ഈ വൈദ്യുതി ലൈൻ വന്ന് പതിച്ചു കഴിഞ്ഞാൽ എത്ര വോൾട്ടേജ് ഉള്ള ലൈനാണ് ആ പാസ് ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ നോക്കണം. 3 ഫേസ് ലൈനാണ്. അത് വന്ന് നേരെ പതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താഴെയാണ് കുട്ടികൾ കളിക്കുന്ന മൈതാനം. ആ മൈതാനത്തിലുള്ള കുട്ടികൾക്ക് ആ ഷെഡിനടിയിൽ ഇപ്പോൾ മഴയത്ത് കയറി നിൽക്കുമ്പോഴാണ് ഇത് താഴേക്ക് വന്ന്, ഒരു മഴക്കെടുതിയിൽ ഇത് താഴേക്ക് വന്ന് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? വലിയൊരു അപകടത്തിനുള്ള സാധ്യതയായി അതവിടെ തൂങ്ങിക്കിടക്കുകയാണ്. അത് കിടക്കുന്നത് ദിവസവും കണ്ടുകൊണ്ടാണല്ലോ ഈ അധ്യാപകരും അതുപോലെ തന്നെ ഈ മാനേജ്മെന്റ് അവിടെ യോഗം ചേരാനോ എന്തെങ്കിലും സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, PTA വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് കാണുകയാണല്ലോ. കണ്ടിട്ടും ഇതിലൊന്നും അനങ്ങാതിരുന്ന അവരെല്ലാവരും കൂടി ചേർന്നാണ് മിഥുനെ കൊന്നത്. അല്ലാതെ ഇതിന്റെ വീഴ്ചയ്ക്ക് ഉത്തരവാദി ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ആ സിസ്റ്റം, എൻ്റയർ സിസ്റ്റം ആ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദിയാണെന്നതാണ് എൻ്റെ ഇക്കാര്യത്തിൽ അഭിപ്രായം.